കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുകയും ചെയ്തിട്ട് ആൾക്കാർക്കല്ലോ ഒരു ഇത് എല്ലാം പോയിട്ട് എഗ്ഗിന് വിരിയാത്ത പിള്ളേർക്ക് വരെ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയൊരു ബിസിനസ് സ്വന്തമായിട്ടുണ്ട്. അങ്കുറപ്പുണ്ട്. 2020s ഞാൻ കുറച്ചുകൂടി കഷ്ടപ്പെട്ടാൽ എന്റെ 30s എനിക്ക് സേഫ് ആക്കി വെക്കാൻ പറ്റും. ഈ ഒരു സമയത്താണല്ലോ ജീവിതത്തിന്റെ വഴിത്തിരിവൊക്കെ ഉണ്ടാകുന്നത്. കാര്യം പോലും പറഞ്ഞ് എന്റെ ഇച്ചാനം കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ സ്റ്റോക്ക് നോക്കാൻ പോയി. വേറെ എടുക്കുമല്ല കേട്ടോ, കോഴിക്കോട് തന്നെ. അവിടത്തേക്ക് എത്തിയിട്ട് നമ്മൾ ഒരു വണ്ടി റെന്റിനെടുത്തു. കാരണം ഇന്ന് ഒരുപാട് കടയിൽ കയറാനുള്ളതാണ്. അതുകൊണ്ട് അവിടുന്ന് ഒരു വണ്ടി റെന്റിനെടുത്തിട്ട് നമ്മൾ നേരെ സ്പേസ് മോളിലോട്ടേക്കാണ്. ഞാൻ ഒരു ബോൾ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന എന്റെ ചൈന കാട്ടിക്കള ഒരു ബോൾ. ഓരിങ്ങനെ കുറെ ഡ്രസ്സ് കാണിച്ചത് ഞങ്ങൾക്ക് അതെല്ലാം ഇഷ്ടം. നോക്കിയിട്ട് എടുക്കാനുള്ള മിനിമം ഒരു കോമൺ സെൻസ്. കാണാൻ രസമുണ്ടെങ്കിലും പക്ഷെ അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചല്ല അതിന്റെ പ്രൈസ് അങ്ങോട്ട് ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ കുറെ കൊടുക്കും. ബാലിന് തീ പിടിച്ചാൽ ഇറങ്ങിയിട്ട് നേരെ റഹ്മത്തിലേക്ക് പോയിട്ട് നല്ല ബിരിയാണി. ശരിക്കും പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന ബിസിനസ് ചെറുതാട്ടെ വലുതാട്ടെ അതൊന്നും വെള്ളയപ്പം കടയിൽ വെള്ളയപ്പം ചുടുന്ന അത്ര ഈസി അല്ലാന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു സ്റ്റേജ് ആട്ടോ. എന്നെ ട്രസ്റ്റ് ചെയ്ത് തരുന്ന എന്റെ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ റേറ്റിൽ നല്ല സാധനം കൊടുക്കേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്വം. അന്നൊരു ദിവസം കൊണ്ട് കോഴിക്കോട് പോയിട്ട് ഏകദേശം ഹോൾസെയിൽ ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് അവരുടെ കാർഡൊക്കെ മേടിച്ചിട്ടാട്ടോ. ഇതിനെ കുറിച്ചിട്ട് വലിയ അറിവോ പ്ലാനിങ്ങോ ഒന്നുമില്ല. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ഒരുപാട് ബിസിനസ് തുടങ്ങണമെന്നുള്ളത് ഒറ്റ ടേക്കിലെടുത്ത തീരുമാനമല്ല. ഇതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. അത് ഞാൻ പിന്നെ ബാക്കി ചെയ്യണം. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുവരെയും ചേട്ടാ. ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ.